സതീശനും ചെന്നിത്തലയ്ക്ക് മുൻപിൽ ആകെയുള്ളത് രണ്ടാഴ്ച മാത്രമാണ്. അവിടെ ഉണർന്നു പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങളിലേക്ക് തന്നെ കോൺഗ്രസിന് ചെന്നെത്താൻ പറ്റും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലഹരിയുടെയും കൊലപാതകത്തിന്റെയും പിന്നാലെ കേരള ജനത തിരിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഗൗരവകരമായ എല്ലാ വിഷയങ്ങളും കാറ്റിൽ പറന്നു. അതോടുകൂടെ വീണ്ടും കളിയറിയാവുന്ന CPM കൊല്ലം സമ്മേളനത്തിലേക്ക് പോയി. ഇതോടെ മാധ്യമ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഗംഭീരമായി ആ സമ്മേളനം അവർ പൂർത്തിയാക്കിയപ്പോൾ പിണറായി 3.0 എന്നതിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്തു. എന്നാൽ അപ്പോഴും കോൺഗ്രസ് അനൈക്യത്തിന്റെ പടുകുഴിയിൽ നിന്നും എങ്ങനെ കരകയറാം എന്ന് നോക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെയൊക്കെ മൂടപ്പെട്ടു പോയത് CPM സർക്കാരിന്റെ കള്ളത്തരങ്ങളാണ്. അതിനെ ഉയർത്തിക്കാണിക്കാൻ ആകെ മുന്നിലുള്ളത് 2 ആഴ്ച സമയം മാത്രം. കോൺഗ്രസിനും UDF എന്ന പ്രതിപക്ഷത്തിനും ആകെ കയ്യിലുള്ള സമയമാണിത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പദ്ധതി ഇനത്തിൽ ചിലവിട്ടത് പകുതി മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തനെ ഇടിയാൻ കാരണമായത്. എന്നാൽ സർക്കാരിന്റെ ചെലവിനാകട്ടെ യാതൊരു കുറവുമില്ല. കഴിഞ്ഞ വർഷം പാസ്സാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചെലവ് ഉയരുകയാണ് ഉണ്ടായത്. ഈ മാസം മാത്രം 25,000 കോടി രൂപയെങ്കിലും ബില്ലുകൾ പാസ്സാക്കി പണം നൽകേണ്ടതുണ്ട്. 38,886 കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം. ഇതിൽ 52% തുകയെ ഇതുവരെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 21,838 കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ 54% മാത്രമാണ് ഒരു പുരോഗതി ഉള്ളത്. തദ്ദേശ പദ്ധതികൾ 45%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും പൂർത്തിയാകാതെ അവിടെ നിശ്ചലമായി ട്രഷറി കാലിയാണ്, പണമില്ല, ഖജനാവ് കാലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരേ നിർത്തിയിരിക്കുകയാണ്. അധിക കടമെടുപ്പിനും കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ടും കടുത്ത പ്രതിസന്ധിയിലാണ് നമ്മുടെ സർക്കാർ. ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തിയത്. ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശവും ഇവിടെ നൽകിയിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ടു. KSFE-യിൽ നിന്നുള്ള പണം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അധികം തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയില്ലെങ്കിൽ മാസത്തിന്റെ അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ധനവകുപ്പ് പറയുന്നത്. ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ. അവിടെയും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കേരളം ഇതുവരെ വകയിരുത്തിയതൊന്നും ചെലവാക്കാൻ പറ്റാതെ അതിന്റെ പകുതിയിൽ നിശ്ചലമായി പോവും. ഇതൊരു സമയമാണ്, ഇതൊരു സാഹചര്യമാണ്, ഇത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു തുറുപ്പ് ചീട്ടാണ്. ഇത് ഉപയോഗിച്ചാലേ സതീശനും ചെന്നിത്തലയ്ക്കും പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ ആളുകളെ എത്തിക്കാൻ പറ്റുകയുള്ളൂ, കോൺഗ്രസിനടുത്ത വിജയം നേടാനും കഴിയുകയുള്ളൂ.